അടുത്തതായി നമുക്കിനി നമ്മുടെ ബ്രൈഡിനും ഗ്രൂമിനും വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പ്രോഗ്രാം, അവർക്ക് തമ്മിൽ എത്രത്തോളം അറിയാം എന്ന് നമുക്ക് ഈ ഒരു പരിപാടിയിലൂടെ നോക്കാം. അതിൽ റെഡ് റോസ് എന്ന് പറയുന്നത് തങ്കുവിനെ റെപ്രസെന്റ് ചെയ്യുന്നതും ആ വൈറ്റ് ഫ്ലവർ കെൽവിനെ റെപ്രസെന്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് നിങ്ങൾക്ക് ആരാണ് അതിലെന്ന് തോന്നുന്നെങ്കിൽ ആ ഫ്ലവർ നിങ്ങൾ ഉയർത്തി കാണിച്ചാൽ മതി. കസേരയിൽ അതിനു മുന്നേ നിങ്ങളൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. നിങ്ങൾ എങ്ങനെ പരിചയപ്പെട്ടത്? ആരുത്തരം പറയുന്ന അതുല്യാണോ കെൽവിനാണോ? കെൽവിൻ. ഒരു പണി തന്നോ? ഞങ്ങൾ പരിചയപ്പെട്ടത് മാട്രിമോണി വഴിയാണ്. ഇത് കഴിഞ്ഞ് സംസാരിച്ചു. എനിക്ക് ഫസ്റ്റ് വന്ന റിക്വസ്റ്റ് കെൽവിൻ്റെ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള 152 റിക്വസ്റ്റ് വന്നായിരുന്നു. ഫസ്റ്റ് ഞങ്ങൾ സംസാരിച്ചായിരുന്നു മാട്രിമോണി. അപ്പോൾ നമുക്ക് നമ്മുടെ ഗെയിമിലേക്ക് കടക്കാം. അതിലേക്കും കെൽവിനും ഓർമ്മയുണ്ടല്ലോ കയ്യിലുള്ള ഫ്ലവേഴ്സ് ഏതൊക്കെയാണെന്ന്. റെഡ് അതുല്യ, വൈറ്റ് കെൽവിൻ. ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും. ഹൂ നോസ് ബെറ്റർ ആണ് നമ്മുടെ ഗെയിം. ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങൾ ഒരു ഏകദേശം ഒരു 5-6 മാസം സംസാരിച്ചിട്ടുണ്ടല്ലോ, അപ്പൊ നിങ്ങൾക്ക് കുറച്ചൊക്കെ അറിയായിരിക്കും. അപ്പോൾ ചോദ്യം ഉത്തരം പറയണേ. ഉത്തരം ആരാണെന്ന് പറയണം. നിങ്ങളിൽ ഏറ്റവും കൂടുതൽ ഷൈ ആരാണ്? രണ്ടാള് സെയിം ഉത്തരം പറഞ്ഞിരിക്കുന്നത്. കെൽവിനാണ് ഏറ്റവും കൂടുതൽ ഷൈ എന്ന്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചിലപ്പോൾ ഇവിടെ എല്ലാവർക്കും അറിയാമെങ്കിൽ ഉത്തരം എന്താണ്, എന്നാലും ചോദിക്കാം. നിങ്ങളാണ് ഏറ്റവും അലമ്പ്? ഏറ്റവും അലമ്പ് ആരാണ്? കേട്ടോ, അതില് പറയുന്നു അതിലാണ് ഏറ്റവും അലമ്പെന്ന്. പക്ഷെ കെൽവിൻ പറയുന്നത് രണ്ടാളും അലമ്പാണെന്നാണ് കെൽവിൻ പറയുന്നത്. Okay, next question. Who is most funniest? Kelvin, who is most funniest? ഇവര് തമ്മിൽ നല്ല മരപ്പൊരുത്താണ്. ഒരാള് പറയുന്നു അതുല്യാണെന്ന്, അടുത്ത ആള് പറയുന്നത് കെൽവിനാണെന്ന്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഏറ്റവും നന്നായിട്ട് ഓർഗനൈസ് ചെയ്യുന്ന ആരാ? അതിൻ്റെയാണ് കെൽവിനാണ് ഓർഗനൈസ് ചെയ്യാൻ കഴിവുള്ളത്. എന്നാലും നടന്ന പല ഡ്രസ്സൊക്കെ എടുക്കാൻ പോയി കാണല്ലോ അപ്പോഴൊക്കെ. ഓക്കെ, അതുല്യാണ് ബെസ്റ്റ് ഓർഗനൈസർ എന്നാണ് പറയുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങൾ ആരാണ് പ്രോ റൈഡർ? കെൽവിന് ഉത്തരവില്ല, അതുല്യ എപ്പോഴും പ്രോ റൈഡർ. ഓ, അതുല്യാണ് പ്രോ റൈഡർ. എല്ലാവരും വലിയ കൈയടി കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഏറ്റവും കൂടുതൽ ക്ഷമയുള്ളത് ആർക്കാ? ഓ, കെൽവിനാണ്. കെൽവിൻ ക്ഷമയുടെ ഒരു നിറകുറവാണെന്നാണ് ഇവർ രണ്ടുപേരും പറയുന്നത്. തുടർന്നും ഈ ക്ഷമ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങളുടെ നല്ല ഒരു കലാകാരൻ അല്ലെങ്കിൽ കലാകാരി ആരാണ്? കെൽവിൻ പറയുന്നു കെൽവിൻ അല്ല, അതുല്യ പറഞ്ഞു അതുല്യ ആണെന്ന്. ഓക്കെ, അപ്പൊ അതുല്യാണ് കലാകാരി. അപ്പൊ ഈ ഗെയിം മതിയോ? ഇനി ചോദിക്കണമെന്നുണ്ടോ? അതുല്യ ചോദ്യങ്ങൾ ചോദിക്കണോ? കെൽവിൻ കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് ആവശ്യമുണ്ടോ? രണ്ടാൾക്കും ക്വസ്റ്റ്യൻസ് മതി എന്നാണ് പറയുന്നത്. സോ നമുക്ക് ഈ ഗെയിം അവസാനിപ്പിക്കാം. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം, രണ്ടാളും മനസ്സിലാക്കി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനിയും ഒരുപാട് മനസ്സിലാക്കാനുണ്ട്. ഇവരുടെ ലൈഫിൽ ഉടനീളം പരസ്പരം മനസ്സിലാക്കി ജീവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒന്നും കൂടെ കൺഗ്രാറ്റുലേഷൻസ് അതുല്യ ആൻഡ് കെൽവിൻ.